പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് വചനം പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ ഇന്നലെ ഇതുപോലെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട്, അതായത് എൻ്റെ ചെറിയൊരാവശ്യത്തിന് വേണ്ടിയിട്ട്, കർത്താവെ, അങ്ങ് എന്നാണ് എന്നോട് സംസാരിക്കുന്നത്, വചനത്തിലൂടെ എന്നോട് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് വചനമെടുത്തപ്പോൾ എനിക്ക് കിട്ടിയ വചനം യെശയ്യാ 45:2-3. നമുക്കെല്ലാവർക്കും അറിയാവുന്ന വചനമാണ്. ഞാൻ നിനക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും. നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യ ധനശേഖരവും ഞാൻ നിനക്ക് തരും. ഇതിനു മുമ്പൊക്കെയും ഈ വചനം പലതവണ ഞാൻ ഉരുവിട്ട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. പക്ഷെ ഇന്നലെ ഇത് വായിച്ചപ്പോൾ കർത്താവ് എന്നോട് സംസാരിക്കുന്നതായിട്ട്, അല്ലെങ്കിൽ എനിക്കതിന്മേലൊരു ഉറപ്പ്, ഈ വചനം എനിക്ക് വേണ്ടതെല്ലാം തരും എന്ന ഒരു ഉറപ്പ്. കാരണം അതിൽ പറയുന്നു, അന്ധകാരത്തിലെ നിധികളും രഹസ്യ ധനശേഖരവും ഞാൻ നിനക്ക് തരും. ദൈവം നമ്മോട് പ്രോമിസ് ചെയ്യുകയാണ്, ഞാൻ നിനക്ക് തരും. അപ്പോൾ ഞാൻ ആ പ്രാർത്ഥിച്ച വിഷയത്തിന്മേൽ എനിക്ക് വളരെയധികം ആശ്വാസം കിട്ടി. കാരണം ഞാൻ നിനക്ക് തരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. തരുമെന്ന് പറഞ്ഞാൽ തരുന്നവനാണ് ദൈവം. ആ വചനം എന്നിൽ ഒത്തിരിയേറെ ആശ്വാസം ഉളവാക്കി. പിന്നീട് ഞാൻ നോക്കുമ്പോൾ യെശയ്യാ 44:3-4 വചനം, ഇതൊക്കെ ഞാൻ എൻ്റെ ബൈബിളിൽ വരച്ചിട്ടിരിക്കുന്ന വചനങ്ങളാണ്. ആ വചനങ്ങൾ ഞാൻ വായിച്ചപ്പോൾ നമുക്കിപ്പോൾ നമ്മുടെ ഈ സാഹചര്യത്തിൽ, നമ്മുടെ ഈ കാലാവസ്ഥയിൽ, അതികഠിനമായ വേനലിൻ്റെ അവസ്ഥയിൽ, വെള്ളമില്ലാത്ത അവസ്ഥയിൽ നമുക്ക് പറഞ്ഞ് പ്രാർത്ഥിക്കുവാനായിട്ട് ദൈവം നമുക്കായി നൽകിയിരിക്കുന്നൊരു വചനമാണ്. വരണ്ട ഭൂമിയിൽ ജലവും ഉണങ്ങിയ നിലത്തരുവികളും ഞാൻ ഒഴുക്കും. ഇപ്പം ഞാൻ വിചാരിച്ചു, കർത്താവേ, ഇപ്പോൾ അതികഠിനമായ ചൂടാണ്. കുറച്ച് ദിവസമായിട്ട് മഴ പെയ്യാൻ ഒത്തിരിയേറെ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ മഴ മേഘങ്ങൾ വന്ന് കാറ്റടിച്ച് പോകുന്നു, അത് മഴ താഴേക്ക് വീഴുന്നില്ല. മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്. ഒത്തിരിയേറെ ആഗ്രഹിക്കുന്നു, മഴ പെയ്യാൻ ആഗ്രഹിക്കുന്നു. അപ്പം ഞാൻ ഓർത്ത്, ദൈവമേ, ഈ വചനം വെച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. യെശയ്യാ 44:3-4 വചനം. ആ വചനം വായിച്ചപ്പോൾ വരണ്ട ഭൂമിയിൽ ജലവും ഉണങ്ങിയ നിലത്തരുവികളും ഞാൻ ഒഴുക്കും. അവിടെയും നമ്മോട് പറയുന്നത് കർത്താവ് ചെയ്യുന്ന കാര്യമാണ്. ഞാൻ ആ വചനം കുറേ തവണ ആവർത്തിച്ച് പ്രാർത്ഥിച്ചു, ഒരു മഴ പെയ്യുവാൻ വേണ്ടിയിട്ട്. കർത്താവെ, ഈ വചനത്തിൻ്റെ വാഗ്ദാനം ഇപ്പോൾ തന്നെ നിറവേറണമേ, ഈ വചനത്തിൻ്റെ അനുഗ്രഹം നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. അല്പസമയത്തിന് ശേഷം നമുക്ക് ആശ്വാസകരമായ രീതിയിലൊരു മഴ ഈ ഭൂമിയെ ഒന്ന് ഈ ഞങ്ങളുടെ ദേശത്തെ ഒന്ന് തണുപ്പിക്കുവാൻ തക്ക വിധത്തിലൊരു മഴ ഇന്നലെ പെയ്തു. അപ്പോൾ ദൈവത്തിൻ്റെ വചനം നമ്മൾ വിശ്വാസത്തോടെ അത് വായിക്കുമ്പോൾ, അതിൻ്റെ ആ ഒരു വില മനസ്സിലാക്കി വായിക്കുമ്പോൾ, ആ വചനം കണ്ണും പൂട്ടി വിശ്വസിക്കുമ്പോഴാണ് ആ വചനത്തിൻ്റെ അനുഗ്രഹം നമ്മളിലേക്ക് ഒഴുകിയെത്തുന്നത്. അത് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ മനസ്സ്, നമ്മുടെ ഹൃദയം അങ്ങ് നിറയുന്ന ഒരു അനുഭവം നമ്മുടെ ഹൃദയത്തിലുണ്ടാവും. ഈ വചനം നമ്മൾ വിശ്വസിച്ച്, കർത്താവ് നമ്മോട് പ്രോമിസ് ചെയ്തിരിക്കുന്ന കാര്യമാണ്, വാഗ്ദാനമാണ്. നമ്മളോടൊരാൾ ഒരു കാര്യം ഞാൻ നിനക്ക് തരാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നത്? ആ ആളിൽ നിന്നത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യും, അല്ലേ? അത് കിട്ടും. പിന്നെ നമ്മൾ വേറൊന്നും തിരക്കാൻ പോകുന്നില്ല, വേറൊരാളോടും നമ്മൾ ചോദിക്കാൻ പോകുന്നില്ല. അതുപോലെ തന്നെയാണ് കർത്താവിൻ്റെ ഈ വചനം നമ്മോട് പറയുന്നത്, ഞാൻ നിനക്ക് തരും. പിന്നെ നമ്മൾ മറ്റൊന്നും കൊണ്ട് പ്രയാസപ്പെടേണ്ടതായിട്ടില്ല, മറ്റൊന്നും കൊണ്ട് നമ്മൾ ആകുലപ്പെടേണ്ടതായിട്ടില്ല. കാരണം നമുക്ക് അത് ലഭിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട്
പ്രാർത്ഥിച്ചുകൊണ്ട് ആ വചനത്തിൽ വിശ്വസിച്ച് ആ വചനത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കാൻ വേണ്ടിയിട്ട് ആ വചനം ഹൃദയത്തിൽ നിറച്ച് ആവർത്തിച്ച് പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ ആ വചനത്തിൻ്റെ കൃപയും അനുഗ്രഹവും മുഴുവൻ നമ്മുടെ ജീവിതത്തിലേക്ക് നിറയും. നമ്മുടെ ഹൃദയവും മനസ്സും നമ്മുടെ ജീവിതവും എല്ലാം ആ വചനം കൊണ്ട് നിറയും. അതുകൊണ്ട് എന്നെ ഇപ്പോൾ ശ്രവിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ എല്ലാ ആവശ്യങ്ങളും എന്താവശ്യമാണെങ്കിലും നമ്മുടെ ജീവിത പ്രതിസന്ധികൾ പലതരത്തിലാണ്. അതിലൂടെയെല്ലാം നാം കടന്നു പോകുമ്പോൾ നിരാശപ്പെടാതെ, കണ്ണുനീരൊഴുക്കിക്കൊണ്ട് വിലപിച്ച് കഴിയാതെ, ഇതുപോലെയുള്ള വാഗ്ദാന വചനങ്ങൾ എടുത്തു വെച്ച് ആ വാഗ്ദാന വചനങ്ങളുടെ അനുഗ്രഹം പ്രാപിക്കുവാനായിട്ട് നിങ്ങൾ പരിശ്രമിക്കണം. നമ്മുടെ എല്ലാ ആവശ്യങ്ങൾക്കും പറ്റിയതായിട്ട് എനിക്ക് ഇന്നലെ കൊണ്ട് മനസ്സിലായി ഇതുപോലുള്ളൊരു വചനം. യെശയ്യാ 45:2-3 വചനം മാത്രം മതി. ആ വചനത്തിൻ്റെ അഭിഷേകം നമ്മളെ നിറഞ്ഞു കഴിയുമ്പോൾ എന്തെന്നില്ലാത്തൊരാശ്വാസവും സമാധാനവും നമ്മൾക്കുണ്ടാകും. അതുകൊണ്ട് ഈ വചനം പഠിക്കുകയും ഈ വചനം ആവർത്തിച്ച് അത് ഉറക്കെ പ്രഖ്യാപിക്കുകയും ചെയ്ത് ഈ വചനത്തിൻ്റെ അനുഗ്രഹം എല്ലാവരും പ്രാപിക്കട്ടെ. കർത്താവിൻ്റെ വചനം സത്യമാണ്, അതൊരിക്കലും പരാജയപ്പെടുകയില്ല എന്ന വിശ്വാസത്തോടെ വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുവാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ഈ ചാനലിലൂടെ വചനം കേൾക്കുന്ന എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. ഈ ചാനലിലൂടെ വചനം കേൾക്കുകയും അത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാനായിട്ട് കഴിയുന്നത് പോലെ വചനം ഷെയർ ചെയ്യുകയും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് രേഖപ്പെടുത്തുകയും ചെയ്ത് നമ്മുടെ കർത്താവിൻ്റെ വചനം ലോകാതിർത്തി വരെ എത്തുവാനായിട്ട് നിങ്ങളാൽ കഴിയുന്ന വിധത്തിൽ വചനം മറ്റുള്ളവരിലേക്ക് എത്തിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.